ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. വടക്കാഞ്ചേരിയുടെ പ്രശ്നങ്ങൾക്കൊപ്പം എന്നും താനും ഉണ്ടാകുമെന്ന് UDF സ്ഥാനാർത്ഥി PN വൈശാഖ്. വടക്കാഞ്ചേരിയെ UDFന്റെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും വരുംകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് കാത്തിരുന്നു കാണുക എന്നും അദ്ദേഹം പ്രതികരിച്ചു. 5 വർഷത്തിന് ശേഷമുള്ള കാര്യം ഞാൻ ഒരു ഹൈപ്പോത്തസിസ് ചോദ്യമായിട്ട് ഇപ്പോൾ ഉത്തരം പറയുന്നില്ല. വെയിറ്റ് ആൻഡ് സി. അതാ പറഞ്ഞത്, വെയിറ്റ് ആൻഡ് സി. വടക്കാഞ്ചേരിയോടൊപ്പം വടക്കാഞ്ചേരിയുടെ പ്രശ്നങ്ങളിൽ ഞാനുണ്ടാകും. തെരഞ്ഞെടുപ്പിൽ ഓരോ ബൂത്തിലെയും പ്രവർത്തകർ നൽകിയ പിന്തുണ വിലമതിക്കാനാകാത്തതാണ്. UDFന് ലഭിക്കേണ്ട വോട്ടുകളെല്ലാം കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മണ്ഡലത്തിലുണ്ടായ അടിയൊഴുക്കുകൾ എന്താണെന്ന് വിശദമായി വിശകലനം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരാജയപ്പെട്ടെങ്കിലും വടക്കാഞ്ചേരിക്കൊപ്പം വടക്കാഞ്ചേരിയുടെ പ്രശ്നങ്ങൾക്കൊപ്പം എപ്പോഴും താൻ ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. വടക്കാഞ്ചേരിയിലെ ജനവിധി അംഗീകരിക്കുന്നു. തീർച്ചയായും വടക്കാഞ്ചേരിയിലെ ഓരോ UDFന്റെ പ്രവർത്തകർക്കും അതുപോലെ വടക്കാഞ്ചേരിയിലെ പ്രിയപ്പെട്ട വോട്ടർമാരോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും വടക്കാഞ്ചേരിയുടെ ഓരോ കാര്യങ്ങൾക്കും ഓരോ ആവശ്യങ്ങൾക്കും നിങ്ങളിൽ ഒരാളായി ഞാൻ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് എനിക്ക് പ്രിയപ്പെട്ട വടക്കാഞ്ചേരിക്കാരോട് പറയാനുള്ളത്. SIRന് ശേഷം സ്വാഭാവികമായിട്ടും 22,000-ഓളം വോട്ടുകൾ വെട്ടിയിട്ടുണ്ട്. പുതിയതായിട്ട് 10,000-17,000 വോട്ടുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ വോട്ടിൻ്റെ കുറവ്, വോട്ട് എണ്ണത്തിൽ കുറവുണ്ട്. 82% പോളിംഗ് നടന്നുവെങ്കിലും വോട്ടുകൾ കുറവുണ്ട്. പല ആളുകൾക്കും വോട്ട് ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഇനി വിശകലനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ UDFൻ്റെ സ്ഥിരം വോട്ട് ബേസ് ആയിട്ടുള്ള കഴിഞ്ഞ 2011 തെരഞ്ഞെടുപ്പ് തൊട്ട് CN ബാലകൃഷ്ണൻ്റെ തെരഞ്ഞെടുപ്പ് തൊട്ട് UDFന് ലഭിക്കുന്ന എല്ലാ വോട്ടുകളും ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ പറയാവുന്നൊരു സാഹചര്യം വടക്കാഞ്ചേരിയിൽ അടിയൊഴുക്കുണ്ടായോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഇനി നമ്മൾ കണക്കുകൾ വെച്ച് ഓരോ ബൂത്തുകൾ എടുത്ത് വിശകലനം ചെയ്താൽ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ നമ്മൾ മൊത്തം നോക്കുമ്പോൾ UDFന് ലഭിക്കുന്ന ഏകദേശം 65,000 വോട്ട് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൃത്യമായി ലഭിക്കുന്ന ആ വോട്ട് അത് കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ പ്രാഥമിക കണക്ക് നോക്കിയപ്പോൾ മനസ്സിലാക്കുന്നത്. ആ 65 എന്നുള്ളത് ഒരു 68,000 വോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ആ ഒരു 2,700-3,000 വോട്ടിൻ്റെ വ്യത്യാസമാണ് ഉണ്ടായത്. ഒരിക്കലില്ല. BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ മറ്റു തെരഞ്ഞെടുപ്പിലും 30,000 വോട്ടുകൾ ഉണ്ടായിരുന്ന BJPക്ക് 25,000 വോട്ട് ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ അങ്ങനെ കാണുന്നില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ സൂക്ഷ്മമായി നമ്മൾ വിശകലനം ചെയ്താൽ മാത്രമേ ആ കാര്യങ്ങൾ പറയാൻ സാധിക്കുള്ളൂ. ഒരു കാര്യം ഉറപ്പ് നൽകുന്നു, വടക്കാഞ്ചേരിയുടെ ഏതാവശ്യങ്ങൾക്കും കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. UDFൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരും ദിവസങ്ങളിൽ ചുമതല ഏറ്റെടുക്കുകയാണ്. വടക്കാഞ്ചേരിയുടെ ഓരോ ആവശ്യങ്ങൾക്കും ആളുകളുടെ കൂടെ വടക്കാഞ്ചേരിക്കാരോടൊപ്പം ഞാനുണ്ടാകും. നിങ്ങളുടെ ഏതാവശ്യങ്ങൾക്കും ഈ വാതിൽ തുറന്നിട്ടിട്ടുണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അല്ല, അത് വടക്കാഞ്ചേരി എന്ന് ബ്രാക്കറ്റിലല്ല, ഈ തൃശ്ശൂർ ജില്ലയിൽ അതുപോലെ പാലക്കാട് ജില്ലയിലാണ് LDFന് സീറ്റുകൾ കൂടുതൽ ലഭിച്ചത്. അത് സ്വാഭാവികമായിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് സീറ്റ് നമ്മുടെ പഞ്ചായത്തുകളും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടുതൽ ലഭിച്ചുവെങ്കിലും അത് 2010 ലഭിച്ചതുപോലെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുറവൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലയിൽ തന്നെ സീറ്റുകൾ കുറയാനുള്ളൊരു കാരണമായിട്ട് നമുക്ക് നോക്കിയപ്പോൾ കാണുന്നത്. കാരണം ചാലക്കുടി നഗരസഭ ഉണ്ട്, ചാലക്കുടി ജയിച്ചു. ഇരിഞ്ഞാലക്കുട നഗരസഭ UDF ആണ്, ഇരിഞ്ഞാലക്കുട ജയിച്ചു. തൃശ്ശൂർ കോർപ്പറേഷൻ UDF ആണ്, ആ തൃശ്ശൂർ കോർപ്പറേഷൻ ജയിച്ചു. കൊടുങ്ങല്ലൂരിൽ ഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകൾ ഭരിക്കുന്നത് UDF ആണ്. അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ ജയിച്ചത് UDF ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ മേഖലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമുക്ക് കുറവ് വന്നതിൻ്റെ ആ ഒരു കുറവാണ് ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ളത് എന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ സജ്ജരായി ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ അത് UDFൻ്റേതാക്കി മാറ്റാൻ ഉള്ള വേണ്ട കാര്യങ്ങൾ ചെയ്ത് സജ്ജരായി ഞങ്ങളുണ്ടാവും. ഒരിക്കലുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി UDFൻ്റെ പ്രവർത്തകർ അവർ ബൂത്തുകളിൽ ഏറ്റവും അധികം ഏറ്റെടുത്ത തെരഞ്ഞെടുപ്പാണ്. ബൂത്തുകളിൽ വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ UDFൻ്റെ C കാറ്റഗറി ബൂത്തുകളിൽ പോലും 3 പ്രാവശ്യവും 4 പ്രാവശ്യവും വീടുകൾ കയറി വോട്ട് ചോദിച്ച ആളുകളാണ് നമ്മുടെ നിയോജകമണ്ഡലത്തിലെ UDFൻ്റെ പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ
തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രവർത്തകരുടെ പിന്തുണ, അത് ഏറ്റവും അധികം ലഭിച്ച സ്ഥാനാർത്ഥിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ UDFൻ്റെ ഓരോ പ്രവർത്തകരോടും അവരുടെ കുടുംബത്തോടും ഈ അവസരത്തിൽ 1000 നന്ദി രേഖപ്പെടുത്തിയാണ്. ഇനിയുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് അണിചേരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം. You are watching VCV News.